ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വ്രതങ്ങളെപ്പറ്റി ചോദ്യോത്തര രീതിയിലുള്ള ഒരു ചെറിയ പഠനം. എന്താണ് വ്രതം? കൂടുതൽ പൂർണ്ണതയോടെ ഒരു പ്രവൃത്തി ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തോട് സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ് വ്രതം. കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വ്രതം കടപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്. കൽപ്പിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നതിൽ ഇരട്ടി മൂല്യവും വൈശിഷ്ട്യവുമുണ്ട്. അത് ചെയ്യുന്നതിലുള്ള അശ്രദ്ധ ഇരട്ടി നിയമലംഘനവും തിന്മയുമാണ്. എന്തെന്നാൽ വ്രതങ്ങൾ തെറ്റിക്കുന്നത് കൽപ്പന ലംഘനവും ദൈവദൂഷണമെന്ന പാപവുമാണ്. എന്തുകൊണ്ടാണ് സന്യസ്തരുടെ വ്രതങ്ങൾക്ക് ഇത്ര മൂല്യമുള്ളത്? വ്രതങ്ങളാണ് സഭ അംഗീകരിച്ചിട്ടുള്ള സന്യസ്ത ജീവിതത്തിൻ്റെ അടിത്തറ. 3 വ്രതങ്ങളായ ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം ഇവ നിയമാനുസൃതം അനുഷ്ഠിച്ചുകൊണ്ട് സന്യാസ സമൂഹങ്ങൾ പരസ്പര ബന്ധിതരായി പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്നു. പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്നു എന്നതിൻ്റെ അർത്ഥമെന്താണ്? പൂർണ്ണതയ്ക്കായി പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ സന്യാസ ജീവിതത്തിൽ വന്നതിനാൽ തന്നെ പൂർണ്ണത നേടി എന്നർത്ഥമില്ല. ഓരോ ദിവസവും വേദന സഹിച്ച് തന്നെ അതിനായി പരിശ്രമിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സന്യാസി തൻ്റെ ജീവിതാവസ്ഥയുടെ പ്രധാന ചുമതല അവഗണിക്കുന്നു. എന്താണ് സന്യാസ ആഘോഷവ്രതങ്ങൾ? ആഘോഷ സന്യാസ വ്രതങ്ങൾ പരിപൂർണമായതാണ്. വളരെ അപൂർവ അവസരങ്ങളിൽ പരിശുദ്ധ പിതാവിന് മാത്രമേ സന്യസ്തരെ ആഘോഷ സന്യാസ വ്രതങ്ങളിൽ നിന്ന് മോചനം നൽകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സാധാരണ സന്യാസ വ്രതങ്ങൾ? ഈ വ്രതങ്ങൾ കേവലമായവയാണ്. നിത്യവ്രതങ്ങളിൽ നിന്നും വാർഷിക വ്രതങ്ങളിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിന് സന്യസ്തർക്ക് മോചനം നൽകാൻ സാധിക്കും. പുണ്യവും വ്രതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാപത്തിൻ കീഴിൽ കൽപ്പിക്കുന്നത് അനുഷ്ഠിക്കുന്നതാണ് വ്രതം. എന്നാൽ പുണ്യം ഇതിനപ്പുറം പോകുന്നു. വ്രതം പാലിക്കാൻ പുണ്യം സഹായിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വ്രതലംഘനം മൂലം പുണ്യത്തിൽ വീഴ്ച വരുന്നു, പുണ്യത്തിന് നാശം സംഭവിക്കുന്നു. സന്യാസവ്രതങ്ങൾ നമ്മെ എന്തിന് കടപ്പെടുത്തുന്നു? പുണ്യപ്രാപ്തിക്കു വേണ്ടി പരിശ്രമിക്കാനും അധികാരികളെയും നിലവിലുള്ള നിയമങ്ങളെയും പൂർണ്ണമായി അനുസരിക്കാനും സന്യാസവ്രതങ്ങൾ നമ്മെ കടപ്പെടുത്തുന്നു. അപ്രകാരം ഒരു സന്യാസി തന്നെ സഭാസമൂഹത്തിന് നൽകുകയും തൻ്റെ മേലും തൻ്റെ പ്രവൃത്തികളുടെ മേലുമുള്ള എല്ലാ അവകാശങ്ങളും ദൈവശുശ്രൂഷയ്ക്കായി ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യവ്രതം. വസ്തുക്കളുടെ മേലുള്ള അവകാശം അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കുവാനുള്ള അവകാശം ദൈവപ്രീതിക്കായി സ്വമനസാലെ ഉപേക്ഷിക്കുന്നതാണ് ദാരിദ്ര്യവ്രതം. ദാരിദ്ര്യവ്രതം എന്ത് സാധനങ്ങളെ സംബന്ധിച്ചുള്ളതാണ്? സഭാസമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും സാധനങ്ങളെയും സംബന്ധിച്ചുള്ളതാണിത്. പണമായാലും വസ്തുവായാലും നമുക്ക് തരികയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ മേലും നമുക്കൊരവകാശവും ഉണ്ടായിരിക്കുകയില്ല. നന്ദിയായിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാനങ്ങളും സംഭാവനകളും സഭാസമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. ജോലിക്ക് ലഭിക്കുന്ന കൂലിയോ പെൻഷനോ സ്വന്തമായി ഉപയോഗിച്ചാൽ അത് വ്രതലംഘനമാണ്. എങ്ങനെയാണ് ഏഴാം കൽപ്പനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്രതലംഘനം സംഭവിക്കുന്നത്? സന്യാസ ഭവനത്തിന് അവകാശപ്പെട്ട എന്തെങ്കിലും വസ്തു അനുവാദം കൂടാതെ സ്വന്തം ആവശ്യത്തിനായി എടുത്താൽ അത് വ്രതലംഘനമാണ്. അനുവാദം കൂടാതെ എന്തെങ്കിലും വസ്തു സ്വന്തം ഉപയോഗത്തിനായി മാറ്റിവെച്ചാൽ അതും വ്രതലംഘനമാകും. സഭാസമൂഹത്തിന് അവകാശപ്പെട്ട എന്തെങ്കിലും വസ്തു അധികാരപ്പെടുത്താതെ വിൽക്കുകയോ വച്ചുമാറുകയോ ചെയ്താലും വ്രതലംഘനമാണ്. അധികാരികൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ ഉപയോഗിച്ചാൽ വ്രതലംഘനമായിരിക്കും. അനുവാദമില്ലാതെ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അത് വ്രതലംഘനമാണ്. അശ്രദ്ധ മൂലം എന്തെങ്കിലും നശിപ്പിക്കുകയോ കേടുപാട് സംഭവിപ്പിക്കുകയോ ചെയ്താൽ വ്രതലംഘനമായിരിക്കും. ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അനുവാദം കൂടാതെ എന്തെങ്കിലും കൊണ്ടുപോയാലും വ്രതലംഘനമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ വ്രതലംഘനം സംഭവിച്ചാൽ സന്യാസിനി സഭാസമൂഹത്തോട് പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥയാണ്. ദാരിദ്ര്യമെന്ന പുണ്യം. ഇതൊരു സുവിശേഷ പുണ്യമാണ്. ലോകവസ്തുക്കളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്താൻ ഇത് സഹായിക്കുന്നു. വിളിയനുസരിച്ച് സമർപ്പിത ഇത് കർശനമായി അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥയാണ്. ദാരിദ്ര്യം എന്ന പുണ്യത്തിനെതിരായി നാം പാപം ചെയ്യുന്നത് എപ്പോഴാണ്?
ഈ പുണ്യത്തിനെതിരായി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴാണ്, ഏതെങ്കിലും വസ്തുക്കളോട് പ്രതിപത്തി ഉണ്ടാകുമ്പോഴും, അമിതമായി എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴും. എത്ര തരം ദാരിദ്ര്യമുണ്ട്, അവ ഏതെല്ലാം? യഥാർത്ഥത്തിൽ 4 തരത്തിലുള്ള ദാരിദ്ര്യമാണ് സന്യസ്തർ അനുഷ്ഠിക്കുന്നത്. സുപ്പീരിയേഴ്സിന്റെ അനുവാദം കൂടാതെ ഒന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല. വ്രതത്തിന്റെ കർശനമായ നിയമം. ആവശ്യത്തിലധികമായി ഒന്നും ഉപയോഗിക്കാതിരിക്കുകയും അത്യാവശ്യമായവ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക. ഇത് പുണ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താണ തരത്തിലുള്ള മുറി, വസ്ത്രം, ഭക്ഷണം മുതലായവ കൊണ്ട് പൂർണ്ണമായി തൃപ്തപ്പെടുകയും ആന്തരികമായി ഈ സംതൃപ്തി അനുഭവിക്കുകയും ഈ പരമദാരിദ്ര്യത്തിൽ ആനന്ദിക്കുകയും ചെയ്യുക. ബ്രഹ്മചര്യം,